ഇന്നലെയാണ് നിർണായകമായ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നത്. ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രഹസ്യമായ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ സ്വീകരിച്ച ശേഷമാണ് ഹൈക്കോടതി ചില ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള, അതേസമയം രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള പ്രത്യേക കരുതലും എടുത്തിട്ടുണ്ട് ഹൈക്കോടതി. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം 2019 നടന്ന ക്രമക്കേട്, സ്വർണ്ണമോഷണം മാത്രമല്ല 2025 സെപ്റ്റംബറിൽ നടന്ന മോഷണത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് 2019 നടന്ന കൊള്ള അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി 2025 സെപ്റ്റംബറിൽ വീണ്ടും അതേ രീതിയിൽ ഒരു കൊള്ള ആവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് നേരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യം സ്വർണ്ണപ്പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ എത്തുവാൻ സാഹചര്യം ഒരുക്കി എന്നുള്ള കാര്യവും ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. തിരുവാഭരണം കമ്മീഷണറെ പോലും മറികടന്നുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യത്തിൽ ഒരു ഉത്തരവ് വരികയായിരുന്നു. ഇതേ ആൾക്ക് തന്നെ സ്വർണ്ണപ്പാളികൾ നൽകുന്നതിന് വേണ്ടി. അത് ഹൈക്കോടതിയുടെ ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ കാണുന്നത്. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ആ പദവിയിൽ തുടരാൻ കഴിയുമോ? PS പ്രശാന്തിന് ഇനി എന്ത് ന്യായീകരണം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും? പ്രശാന്തിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി രാജിവെക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. ഇപ്പോൾ അതിന് കൂടുതൽ ബലം വന്നിരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ 2019 ഭരണസമിതിയെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെക്കുറിച്ചും ഗുരുതരമായ പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് രേഖകൾ പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം എന്ന പുതിയ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രാജിവെക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്ത സുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവാണല്ലോ. അതിനുശേഷം PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? മുൻപൊക്കെ ഓരോ ഉത്തരവുകൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന സമയത്തും ന്യായീകരണവുമായി പ്രശാന്ത് വരാറുള്ളതാണ്. എന്റെ ഭരണകാലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, 2019 കാര്യങ്ങൾ സംഭവിച്ചത്, അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന്. പക്ഷേ ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായിട്ട് പലയിടങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ വെച്ച് കെട്ടി കൈയൊഴിയാനാവില്ല, അവരെ നിയന്ത്രിക്കേണ്ടതും അവരുടെ മേലുള്ള ഉത്തരവാദിത്വവും ഭരണസമിതിക്കാണെന്ന്. അപ്പോൾ ഇനി പ്രശാന്തിന് എന്തു പറഞ്ഞ് മാറി നിൽക്കുവാൻ കഴിയും? മാത്രമല്ല, പ്രശാന്ത് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ അന്വേഷണം നേരിടും? സ്വാഭാവികമായും അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ട ഒരു സമയമല്ലേ വന്നിരിക്കുന്നത്? ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്ന നിരീക്ഷണത്തെ രണ്ട് തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ ഒന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയോ, ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവാദ വീഴ്ചയോ, ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവാദ സ്പോൺസർ മാത്രം ഇടപെട്ട് നടന്ന ഒരു തട്ടിപ്പോ അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ മാനങ്ങൾ അതിനുണ്ട്. അവിടെ കൃത്യമായ ഒരു പ്രേരണയോ ബോധപൂർവമായ ഇടപെടലോ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് PS പ്രശാന്തിന് കഴിയില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളി മോഷണത്തിൽ PS പ്രശാന്തിന് നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി തന്നെ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് അവിടെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിൽ, ഓഡിറ്റിംഗ് നടത്തുന്നതിലൊക്കെ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ പരിശോധനകളിലും കണ്ടെത്തിയ കാര്യമാണ്. ഇവിടെ നമ്മൾ കൂട്ടിവായിക്കേണ്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രാഥമികമായ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലും സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു എടുത്തു പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്
ഈ പങ്ക് ഇടപാടുകാരിൽ ഒരാൾ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റാരൊക്കെയുണ്ട്? അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സഹായം ചെയ്തു നൽകിയ ഉദ്യോഗസ്ഥർ പരപ്രേരണയാലോ അല്ലെങ്കിൽ ബോധപൂർവമായ ഇടപെടലിനാലോ ആണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ നിർബന്ധിതമായത് എന്ന് വ്യക്തമായ സൂചന നൽകുന്ന വിവരങ്ങളായിരുന്നു ആ റിപ്പോർട്ടിലും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ബോധപൂർവമായി നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന വ്യക്തമായ ഒരു പരാമർശമില്ല. അതിന് പകരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ ഇടപെടൽ ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് ജിയിൽ പറയുന്നുണ്ട്. അതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവിടെ ദേവസ്വം കമ്മീഷണർ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് ചെന്നൈ ആ സ്ഥാപനത്തിന് ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിൽ മേൽ സ്വർണം പൂശുവാൻ, അത് പരമ്പരാഗത രീതിയിൽ സ്വർണം പൊതിയുവാനുള്ള സാങ്കേതികമായ വൈദഗ്ധ്യമില്ല. അതുകൊണ്ടാണല്ലോ അത് ഒരു തവണ കേടായത്, അത് അറ്റകുറ്റപ്പണി വേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് നൽകേണ്ട എന്ന് ഉത്തരവിട്ടു. പക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് തിരുത്തി. അതിന് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശമാണ്. അതിന് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തിരുവാഭരണ കമ്മീഷണർ ഒരു ലെറ്റർ അയച്ചിരുന്നു. അപ്പോൾ അവിടെയാണ് നേരിട്ട് പ്രശാന്തിന്റെ പങ്കാളിത്തം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിനും ഇതൊരു ആയുധമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് PS പ്രശാന്ത് തന്നെയാണ്. അതുമാത്രമല്ല ഇക്കാര്യം ഗുരുതരമാണ്. ഈ ഒറ്റ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ആ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ എത്തിയത്. അതായത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ നിരീക്ഷണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചതാണ്, താങ്കൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന്. അന്നുൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയ മറുപടി 40 വർഷത്തേക്ക് ഇതിന്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതമായതിനപ്പുറത്തേക്ക് വഴിവിട്ട സഹായമല്ല എന്ന വിശദീകരണമായിരുന്നു നൽകിയത്. പക്ഷേ ഇന്നലത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവാഭരണം കമ്മീഷണറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് അതിന് PS പ്രശാന്ത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലേക്ക് ഇത് വീണ്ടും എത്തുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ഇടപെടലിന് കാരണമായ സാഹചര്യം എന്ത്? അതിൽ വ്യക്തിപരമായ, അതായത് ഈ 40 വർഷത്തേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞ ന്യായത്തിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതിലാണ് വ്യക്തത വരേണ്ടത്. പക്ഷേ ഇതുവരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതിനു ശേഷം ഈ നിമിഷം വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിലൊരു ഔദ്യോഗികമായ ഒരു മറുപടി നൽകിയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് രാഷ്ട്രപതി അവിടേക്ക് എത്തുന്ന തിരക്കുകളിലായിരിക്കാം. അതിനുശേഷം അദ്ദേഹത്തിന് മറുപടി പറയാൻ ഏറ്റവും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ നിരീക്ഷണം രാഷ്ട്രീയമായി UDF വലിയൊരു പ്രചാരണ വിഷയമാക്കും. UDF മാത്രമല്ല BJPയും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കും, അതിലൊരു സംശയവും വേണ്ട. അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കേവലം ഉദ്യോഗസ്ഥരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു സ്പോൺസറിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് അതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന സൂചന നൽകുന്ന നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ പരാമർശം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു ഉത്തരവിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തുകൊണ്ടാണ് സ്വർണ്ണപ്പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നതിന് മുൻപ് ടെൻഡർ നടപടികളെ കുറിച്ച് ആലോചിക്കാത്തതും ഇതിന് സാങ്കേതിക വൈദഗ്ധ്യമുള്ള മറ്റാളുകളെ തേടാതിരുന്നതും തുടങ്ങിയ പരാമർശങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരിയായി എന്തുകൊണ്ടാണ് അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യവും വീണ്ടും ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. അത് 2019 ചേർത്ത് വെച്ചാണ് ഹൈക്കോടതി പറയുന്നത്. 2019 നടന്ന ആ മോഷണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഈ മോഷണം മറയ്ക്കുന്നതിന് വേണ്ടി 2025 ഇങ്ങനെ രഹസ്യമായിട്ട് ഒരു കാര്യം ചെയ്തു. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല, അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗൂഢാലോചന ഇക്കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാൻ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നവംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്. 2 വർഷത്തെ, നിലവിൽ അങ്ങനെയാണല്ലോ, 2 വർഷമാണല്ലോ. അത് നീട്ടി നൽകും, അതായത് കാലാവധി നീട്ടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ PS പ്രശാന്തിന്റെ പ്രവർത്തനം തൃപ്തികരമാണ്, നല്ല രീതിയിൽ ദേവസ്വം ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ വർഷം തീർത്ഥാടന സമയത്ത് ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണല്ലോ പൊതുവെ സർക്കാരിന്റെ വിലയിരുത്തൽ. അതിനുവേണ്ടി ഒരു ഓർഡിനൻസ് പോലും കൊണ്ടുവരുവാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന രീതിയിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. പക്ഷേ അത് ഇനി നടക്കുമോ, അതോ ഈ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾ അത് അന്വേഷണ ഘട്ടത്തിലാണല്ലോ, അന്വേഷിക്കട്ടെ,
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുമോ? എന്താണ് ഇതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? ഞാൻ ഡാനിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, പി എസ് പ്രശാന്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോ? ഇനി പി എസ് പ്രശാന്ത് എപ്പോഴും രാജിവെക്കേണ്ടതാണ്. ആ കാര്യം നമ്മൾ ഈ വിഷയം തുടങ്ങിയ ഡേ 1 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പി എസ് പ്രശാന്ത് ഇതിന് കുറ്റക്കാരനാണ്. ഈ കോടതിയിൽ ഈ കേസ് തന്നെ വരാൻ കാരണം എന്താണ്? സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ ഈ പാളികൾ 2019 അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അനുഭവം ഉണ്ടായിട്ട് പോലും ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ മെയിൽ അയച്ച് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് കൊടുത്തത് പ്രശാന്താണ്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം എന്താണ്? അദ്ദേഹം പറയുന്ന ന്യായം ഇനി കോടതി അത് അംഗീകരിച്ചില്ലേ എന്നൊക്കെയാണ്. കോടതി എങ്ങനെയാണ് അത് അംഗീകരിച്ചത്? ഞങ്ങൾ ഉരുക്കി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് പഴയ പോലെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി ശരി അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. ഇതല്ലാതെ യഥാർത്ഥത്തിൽ 2019 പത്മകുമാർ ഇരുന്ന സമയത്ത് ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഈ സമയത്ത് പ്രശാന്ത് ചെയ്തിട്ടുള്ളത്. അതിലെന്താ അത്ഭുതം? അപ്പോ ഈ ഒരു വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി പി എസ് പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് അധികാരികളാണ് ഇതിൽ ഒന്നാം പ്രതികൾ. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് SIT അവരെ ചോദ്യം ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. കോടതി ഇന്നലത്തെ വിധിയിൽ അല്ലെങ്കിൽ ഇന്നലത്തെ പ്രൊസീഡിങ്സിൽ വളരെ കൃത്യമായിട്ട് SITയോട് അവരുൾപ്പെടെ പ്രതികളാണ് പറഞ്ഞിട്ടുണ്ട്. അവരെ ഉന്നതങ്ങളിലാണ് ഈ കേസ് നടക്കുന്നത്, അല്ലെങ്കിൽ കേസിന്റെ യഥാർത്ഥത്തിൽ അവരാണ് ഇതിന്റെ പ്രധാന പ്രതികൾ എന്ന ഒരു സന്ദേശം കോടതിയിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും SITക്ക് ഈ പറയുന്ന ആളുകളെ പിടിക്കാൻ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ, അവരെ ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ SIT അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം പൊതുവെ ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കെ അനിൽകുമാർ, ഹൈക്കോടതിക്ക് വരെ ബോധ്യമായി ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ സ്വർണ്ണ മോഷണത്തിന് ഉത്തരവാദികളെന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഉണ്ട് എന്ന്. എന്നിട്ടും എങ്ങനെയാണ് പി എസ് പ്രശാന്തിനെ വീണ്ടും സംരക്ഷിച്ചുകൊണ്ട് അതേ പദവിയിൽ തന്നെ ഇരുത്തുന്നത്? അദ്ദേഹത്തോട് രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ പറയണ്ടേ? അല്ല, ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് അന്വേഷണത്തെ ശരിവച്ചിരിക്കുകയാണ്. അന്വേഷണം ശരിവെച്ച ഹൈക്കോടതിയുടെ നിലപാടിനനുസരിച്ച് പി എസ് പ്രശാന്തിന് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ഇതുവരെ അന്വേഷണത്തെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തരത്തുള്ള കാലം പിന്നെ ഇത് രണ്ടെങ്ങനെയാ ഒരു രണ്ടു കൊള്ളത്തെ കാലി കൂട്ടുന്നത്? ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം തൃപ്തികരമാണ്. ഓക്കെ, അപ്പൊ അന്വേഷണം തൃപ്തികരമാണെന്ന് പറയുമ്പോൾ അതിൽ പി എസ് പ്രശാന്തിന് പങ്കുള്ളതായിട്ടാണോ കണ്ടത്? അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഹൈക്കോടതി പറയുന്നത് ശരിയാവുന്നത്? ഹൈക്കോടതി ആരുടെയും വാദം കേട്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ 1 മണിക്കൂർ നേരം അടച്ചിട്ട മുറിയിൽ ആരെയും കയറ്റാതെ പോലീസുകാരോട്ട് കോടതി സംസാരിച്ചു. വക്കീലന്മാർ വാദിച്ചോ? ഇല്ല. കൊടുത്ത കടലാസിൽ അവരുടെ കടലാസിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനം എന്താ? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുള്ള നിർദ്ദേശമാണ്. നിർദ്ദേശം അവർ കേൾക്കട്ടെ. നമുക്കൊരു ഉത്തരവ് ബൈൻഡിംഗ് ആകുന്ന എപ്പോഴാണ്? നമ്മളെ കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കുമ്പോഴാണ്. ദേവസ്വം ബോർഡിനെ കേട്ടോ? കേട്ടിട്ടില്ല. ഇന്നലെ കോടതി ഉണ്ടായ നടപടി എന്ന് പറയുന്നത് ഇൻ ക്യാമറയാണ്. അതിൽ വക്കീലന്മാരെ പോലും ഇറക്കി വിട്ടു. അങ്ങനെയൊക്കെ കോടതി ചെയ്യാൻ പാടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വക്കീലന്മാർക്ക് പ്രവേശനമില്ലാത്ത എന്ത് കോടതിയാണ്? ഏതെങ്കിലും റിപ്പോർട്ടുണ്ടോ? നേരിട്ട് വാങ്ങിച്ചാൽ പോരെ. കോടതി പോയി ഇന്ന് എല്ലാവരും പുറത്തിറക്കിയിട്ടാണോ കോടതി നടത്തുന്നത്? നമ്മൾ നടക്കുന്ന കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്, മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് കോടതി എന്താണ് ചെയ്തത് ഉത്തരവിലുണ്ട്. ഉത്തരവ് എന്താണോ അത് നടപ്പാക്കട്ടെ. അല്ല, ഉത്തരവ് നടപ്പാക്കട്ടെ എന്ന് പറയുമ്പോൾ ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്കാളിത്തം പോലും പറയുമ്പോൾ നിങ്ങളത് കണ്ണടച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോൾ ഇത് ആരെ വിഡ്ഢിയാക്കുവാനാണ് ശ്രീ കെ അനിൽകുമാർ? ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി അതിലെ രഹസ്യാത്മകത ചോർന്നു പോകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് അതിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഹൈക്കോടതി ഇന്നൊരു ചെറിയ ഇടക്കാല ഉത്തരവ് നൽകിയത്. അതിന് ഉത്തരവല്ലെന്നും കൂടി താങ്കൾ പറയുമോ എന്ന് എനിക്കറിയില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2019 കാര്യം മാത്രമല്ല, അത് അങ്ങനെയാണ്. 2019 നടന്ന വലിയ ക്രമക്കേടാണ്. നിങ്ങളത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രമായിട്ട് കെട്ടിവെക്കുകയാണ്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2025 ഇതേ കാര്യം ആവർത്തിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്നത് എന്താണ്? 2019 മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ മോഷണവും ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന്. മോഷണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറയുന്നത്. അത് ക്രമക്കേടല്ലാതെ പിന്നെ എന്താണ് ശ്രീ അനിൽകുമാർ?
അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ല ഉണ്ണികൃഷ്ണൻ അല്ലെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഒരു ബൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു പ്രശാന്തിന്റെ ഒരു 2 ആഴ്ച മുമ്പാണ് തോന്നുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഞങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്, ഞങ്ങൾ മാറ്റി നിർത്തിയതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. മാറ്റി നിർത്തിയ ഒരാൾക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എടുത്തു കൊടുക്കുമോ ഇത്? അതെ. അപ്പൊ നിങ്ങളിപ്പോ എത്രത്തോളം വിഡ്ഢിയായിട്ടാണ് ഈ ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. വിഡ്ഢിയാക്കുകയല്ല, നിങ്ങൾ സ്വയം വിഡ്ഢിയാകുകയാണ്. എന്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തവണ ഈ 2025 ശില്പങ്ങൾ കൊടുത്തു വിട്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈയിലേക്ക് എത്തിച്ചു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈ എത്തിച്ചു കൊടുത്തോ? കൊടുത്തോ? എന്റെ എന്ത് മാധ്യമ പ്രവർത്തനം നിങ്ങൾ? പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയൂ എങ്ങനെയാണെന്ന് പറയൂ. പിന്നെ ആരായിരുന്നു സ്പോൺസർ? ആരായിരുന്നു? ഓ അത് ശരി. ഇപ്പൊ അതാണ് സ്പോൺസർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ അങ്ങോട്ട് പറയാം. എന്താണ് ഇത്തവണ നടന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സ്വയം വിഡ്ഢിയാകാതിരിക്കണം. ഇത്തവണ നടന്നതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് കോടതിയും മനസ്സിലാക്കുന്ന എന്റെ ധാരണ. എന്താ ഇത്തവണ നടന്നത്? കോടതിയും വിഡ്ഢിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ, നിങ്ങളുടെ കാര്യം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോടതി എന്റെ കൂട്ടേണ്ടതിനാ? ഞാൻ കോടതി പറഞ്ഞത് മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യം അറിയുകയും ചെയ്യാം. താങ്കൾ ഈ വളച്ചു കെട്ടി പറയാതെ പിന്നെ ആരുടെ കയ്യിലാണ് ഇത് എത്തിയത്? ആരുടെ കയ്യിലാണ് എത്തിയത് പറയൂ. എന്തുകൊണ്ട് വിട്ടുതരാം? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്തവണ ആരാണ് ഈ ദ്വാരപാല വിഗ്രഹം അല്ലെ ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയത് നിങ്ങൾക്കറിയാവോ? ദ്വാരപാലക ശില്പമൊന്നും അല്ല കൊണ്ടുപോയത്, അതിന്റെ പാളികളാണ് അഴിച്ചെടുത്ത് കൊണ്ടുപോയത്. ശില്പമൊക്കെ അവിടെയുണ്ട്. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങാണോ? താങ്കൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി, ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. അതെ, അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടോ എന്നിട്ട് സംസാരിക്കാം. അല്ല പിന്നെ താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈ കോടതി ഉത്തരവ് താങ്കൾ വായിച്ചോ? ജി ഒന്ന് വായിച്ചു നോക്കൂ. താങ്കൾ വായിച്ചു കാണുമല്ലോ, താങ്കൾ അഡ്വക്കേറ്റ് അല്ലേ? ഞാൻ മിസ്റ്റർ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും മിസ്റ്റർ. ഇത്തവണ ആരാണ് ഈ പോറ്റിയാണോ ഈ ചെന്നൈയിലേക്ക് നന്നാക്കാൻ കൊണ്ടുപോയത്? ഇവിടുന്ന് കൊണ്ട് പോറ്റിയുടെ കയ്യിൽ കൊടുത്തു. പോറ്റി മറ്റേ എന്താ സ്ഥാപനത്തിന്റെ പേരെന്താണ്? സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തു. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്, അത്രേ ഉള്ളൂ. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്. നിങ്ങൾ വിഡ്ഢിയാന്ന് പറഞ്ഞാൽ കൊണ്ടാ, നിങ്ങൾ വിഡ്ഢിയാസുരനാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. ഇത്തവണ ശബരിമലയിൽ നിന്ന് ഇത് കൊണ്ടുപോയത് പോറ്റിയല്ല. ഒരു ഘട്ടത്തിൽ പോലും ഇത് പോറ്റിക്ക് കൈമാറിയിട്ടില്ല ഈ പ്രശാന്തിന്റെ കാലത്ത്. അത് മനസ്സിലാക്കാതെയാണ് രാവിലെ ചോദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊരു മാധ്യമ പ്രവർത്തന ഗതികേടല്ലേ? പിന്നെ താങ്കൾ പറയൂ, ആരാണ് കൊണ്ടുപോകാൻ? ആർക്കാണ് കൊണ്ട് എത്തിച്ചു കൊടുത്തത്? ആരായിരുന്നു ഇതിന്റെ അല്ലല്ല ആരാണ് ഇടനില? ഓ അപ്പൊ ഇടനിലയാണോ? ഇതെന്താണ് താങ്കൾ പറയുന്നത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ഗ്യാരണ്ടി, അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ 2025 ഇത് മെയിൻ്റനൻസിന് വേണ്ടി ഏൽപ്പിച്ചുവെന്ന്. പിന്നെ എന്താണ് താങ്കൾ പറയുന്നത്? നിങ്ങൾ വിഡ്ഢിത്തരം പറഞ്ഞിട്ട് വീണടുത്ത് കിടന്ന് ഉരുളരുത് കേട്ടോ. ഞാൻ ഉരുണ്ടില്ല, താങ്കൾ ഉരുണ്ട് മറിയുകയാണ്. എന്നാൽ നിങ്ങൾ തലകുത്തി വയ്ക്കുക. ഞാൻ നിങ്ങൾ തലകുത്തി വയ്ക്കേണ്ട മഞ്ജുഷേ. ഞാൻ അല്പമെങ്കിലും വെളിവുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. മഞ്ജുഷോട് ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം, ആ ഫയൽ നോക്കുന്ന മുഴുവൻ പേർക്കും അറിയാം, തിരുവാഭരണ കമ്മീഷൻ ചെന്നൈക്ക് പോയോ? അതിന്റെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷനാണോ? അത് കൊണ്ടുപോയപ്പോൾ ദേവസ്വം ഓഫീസർ ഉണ്ടായിരുന്നോ? അത് കൊണ്ടുപോയപ്പോൾ തന്ത്രിയുടെ അനുവാദം ഉണ്ടായിരുന്നു? അത് കൊണ്ടുപോയപ്പോൾ സ്മിത്ത് അളവെടുത്തോ? അത് കൊണ്ടുപോയപ്പോൾ എഞ്ചിനീയർ ഉണ്ടായിരുന്നോ? ദേവസ്വം വിജിലൻസ് ഉണ്ടായിരുന്നോ? ഇവർ ഒരുമിച്ചാണ് ഇത് കൊണ്ടുപോയെന്നുള്ളത് ഏത് മാധ്യമത്തിലാണ് വരാത്തത്? നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? എന്റെ പൊന്ന് അനിൽകുമാർ, ഇത് ആർക്കാണ് കൊണ്ട് കൊടുത്തത്? അത് കൂടെ പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. ഇത് പറയാം. ഇത് ഹാൻഡ് ഓവർ ചെയ്ത് ആർക്കാണ്? അത്രയും കാര്യം വ്യക്തമായി. അതെനിക്കും അറിയാം എന്റെ പൊന്ന് അനിൽകുമാർ, എനിക്കും അറിയാത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടു കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാൻ ഈ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞില്ല, അത്രേ. അതിൽ പിടിച്ചു തൂങ്ങണ്ട താങ്കൾ. അപ്പൊ ഇത് ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊണ്ട് കൊടുത്തത്. അതാണ് നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ വിഡ്ഢിത്തരം. സ്മാർട്ട് ക്രിയേഷൻസ് ഇത്രയല്ലേ ഉള്ളൂ. രണ്ടാമത്തെ വിഡ്ഢിത്തരം സ്മാർട്ട് ക്രിയേഷൻസ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് നമ്മൾ ഇടപെടും. താങ്കൾ ഇതൊക്കെ ജനങ്ങളെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. നിങ്ങളല്ലേ വിഡ്ഢിത്തരം. ഞാൻ ഒറ്റ പാരഗ്രാഫ് വായിക്കാം, അതിനുള്ള മറുപടി താങ്കൾ പറയുമോ? താങ്കൾക്ക് മറുപടി പറ്റുമെങ്കിൽ. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്ന ആ കാര്യം നോക്കിയിട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അല്ല കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യം താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇല്ലയോ? ദ റെക്കോർഡ് റിവീൽസ് ദാറ്റ് അല്ലല്ല, ദേവസ്വം കമ്മീഷണർ പോലും 30/7/2025 പറഞ്ഞതാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈക്ക് സാങ്കേതികമായിട്ട് വൈദഗ്ധ്യമില്ല, അവർക്ക് കൊടുക്കരുത് എന്ന്. 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആ ഉത്തരവ് തിരുത്തി. ഇല്ല, ഞാൻ തോറ്റിട്ടൊന്നുമില്ല. ഞാൻ തോറ്റിട്ടില്ല ഏത് സംവാദത്തിനും. ഇക്കാര്യത്തെ കുറിച്ചുള്ള ഏത് സംവാദത്തിനും ഞാൻ തയ്യാറാണ്. ഏത് സംവാദത്തിനും. താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ മുഴുവൻ പറഞ്ഞു തീർത്തിട്ടേ ഞാൻ ചോദിക്കുള്ളൂ. താൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കുക. അതായത് എന്താ ഇത്തവണ സംഭവിച്ചത്? 2025 സംഭവിച്ചത് ഈ തിരുവാഭരണങ്ങളുടെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷനാണ്.
ആ കമ്മീഷണറുടെ കസ്റ്റഡിയിൽ നിന്ന് ഇത് പുറത്തു പോയിട്ടില്ല. 2, ഇത് അഴിച്ചെടുത്തപ്പോൾ ദേവസ്വത്തിന്റെ സ്മിത്ത് അളവെടുത്തു. എഞ്ചിനീയർ അത് അഴിച്ചെടുക്കുമ്പോൾ അവിടെ ഉണ്ട്. ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അവിടെയുണ്ട്. ദേവസ്വത്തിന്റെ വിജിലൻസും അവിടെയുണ്ട്. ഇവരുടെ എല്ലാം മകസറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ കൊണ്ടുപോയത്. 3, കൊണ്ടുപോയപ്പോൾ അതിൽ സ്വർണ്ണമെത്ത, ചെമ്പെത്ത എങ്ങനെയാണ് അളവുണ്ട്, അത് മുഴുവൻ CCTVയിൽ എടുത്തിട്ടുണ്ട്. 4, ഇത് കൊണ്ടുപോയത് പോറ്റിയുടെ വീട്ടിലേക്കല്ല, 40 കൊല്ലം വാറണ്ടി തന്ന സ്ഥാപനത്തിലേക്കാണ്. അവിടെ ചെന്ന് ഇവർ ക്യാമ്പ് ചെയ്താണ് പണിയെടുത്തത്. പണിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ സ്വർണത്തിന്റെ പൂശുന്നതിന് കൂടുതൽ സ്വർണം വേണ്ടി വന്നു. എത്രയാണോ കൂടുതൽ വേണ്ടി വന്നത് അത് ആ കമ്പനിയെ കൊണ്ട് മുടക്കിച്ചു. അത് പൂശി തിരിച്ചു കൊണ്ടുവന്ന് 17-ാം തീയതി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ കൊണ്ടുപോയതിലും കൊണ്ടുവന്നതിലും തെറ്റ് പറ്റിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഈ 17-ാം തീയതി കൊണ്ടുവന്ന ഞാൻ രണ്ട് സംശയം ചോദിച്ചോട്ടെ. ഈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ആരെ അറിയിക്കണമായിരുന്നു? അല്ല, തിരുവാഭരണം കമ്മീഷണറെ മാത്രം അറിയിച്ചാൽ മതിയോ? അദ്ദേഹം മാത്രം മതിയോ? മതി. ഞാൻ പറഞ്ഞു വെച്ചോട്ടെ. ഇനി ഞാൻ ഉത്തരം പറയാം. അത് അറിയിക്കുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയപ്പോ എന്ത് ചെയ്തു? ഹൈക്കോടതിയോട് പറഞ്ഞു. കോടതി ആ ഉദ്യോഗസ്ഥന് മാപ്പ് കൊടുത്തു. എന്താ കാരണം? നടന്ന കാര്യം CCTVയിൽ എടുത്ത് കാണിച്ചു. സമ്മതിച്ചു. പക്ഷേ ഹൈക്കോടതി മാപ്പ് കൊടുത്തതല്ലേ? ഈ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊണ്ടുപോയത് 2019 കൊള്ള, 2019 മോഷണം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. ഹൈക്കോടതി നിലവിൽ അത് ബോധ്യമാണ് സാർ. ശ്രീ അൽകുമാർ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രണ്ടാമതും കൊടുത്തുവിട്ടത് 2025 കൊടുത്തുവിട്ടതിൽ സംശയമല്ല. അത് 2019 കാര്യം ആവർത്തിക്കുന്നതിന്, അത് മറച്ചു വെക്കുന്നതിന് എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി അതേപറ്റിയുള്ള അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശ്നം എന്താണെന്ന് പറയട്ടെ. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിയോഗിച്ച അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അപ്പോൾ പറയും ഉദ്യോഗസ്ഥരാണ് വീഴ്ച വരുത്തിയതെന്ന്. ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, ഭരണസമിതിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിൽ പറഞ്ഞ് ആ ഒറ്റ സെന്റൻസിൽ പിടിച്ച് തൂങ്ങരുത് താങ്കൾ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. എനിക്ക് തൂങ്ങേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഈ പോറ്റി എങ്ങനെ ഇപ്പൊ പുറത്തു വന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് പോറ്റി ആരോപണം ഉന്നയിച്ചു. അപ്പോഴല്ല. ഈ സംഭവം വെളിയിൽ വന്നത് 2025 ശബരിമല സന്നിധാനത്ത് നടന്ന രഹസ്യമായിട്ട് രാഖി രാമായണം നടത്തിയ, താങ്കൾ പറഞ്ഞു അത് വളരെ സുതാര്യമായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നുവെന്ന്. ഇത് സുതാര്യമല്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ബോധ്യമായി. അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചു. അങ്ങനെയാണ് ഇത് വെളിയിൽ വന്നത്. അല്ലാതെ ഏതാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നല്ല. നിങ്ങളത് പീഠത്തിലേക്ക് കൊണ്ടുവയ്ക്കാനായിരിക്കും. അതൊന്നുമല്ല. ഈ സ്പെഷ്യൽ കമ്മീഷണർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. സ്പെഷ്യൽ കമ്മീഷണർ കൈയടി കൊടുക്കണം. പ്രശാന്തിന്റെ കള്ളത്തരമൊക്കെ ഇവിടെ പുറത്തു കൊണ്ടുവന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണറാണ്. അപ്പൊ എനിക്ക് 2 പോയിന്റ് പറയാനുണ്ട്. ഒന്ന്, ഈ 2019 ഹൈക്കോടതി കമ്മീഷൻ ഇല്ലേ? ഹൈക്കോടതി അതിലേക്ക് അന്വേഷണം പോയി. 2023 കമ്മീഷൻ വന്നത്. 2019 അതുകൊണ്ട് വെളിയിൽ വന്നില്ല സാർ. 2019 വെളിയിൽ വന്നില്ല. 6 വർഷവും അത് രഹസ്യമായിട്ടിരുന്നു. കേക്കൂ സാർ, ഒന്ന് കേക്കൂ. 2019 ശബരിമല ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ അവിടെ ഉണ്ടെന്ന് 2023 എന്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. ഞാൻ കേക്കൂ സാർ. ഈ 2019 ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണർമാർ അവിടെ ഉണ്ടോ? ദേവസ്വം കമ്മീഷണർമാരുണ്ട്. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കമ്മീഷണറാണ്. 2023 എന്റെ ഒരു ഓർമ്മ. ശരി, നിങ്ങളുടെ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞുതരാം, ഒരു പേര് പറഞ്ഞുതരാം. ശ്രീ SP കുറുപ്പിനെ കേട്ടിട്ടുണ്ടോ? ശരി, ആയിക്കോട്ടെ. ശബരിമലയിൽ ദേവസ്വത്തിന് വേണ്ടി ശബരിമല ഹൈക്കോടതിയിൽ നിയമിച്ചിട്ടുള്ള കമ്മീഷണറാണ് SP കുറുപ്പ്. അദ്ദേഹത്തിന് ശമ്പളം കൊടുത്ത ദേവസ്വം ബോർഡാ. എവിടുന്ന്? ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറാണ്. ഈ കട്ടളപ്പാളി എവിടുന്ന് കൊണ്ട് സ്ഥാപിക്കുമ്പോൾ കുറുപ്പ് അവിടെ നിൽക്കുന്ന പടം നിങ്ങൾ കണ്ടിട്ടില്ല? പറഞ്ഞു വരുന്നത് മനസ്സിലായില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇപ്പൊ ഹൈക്കോടതിയുടെ ഏതോ ഇത് കൊണ്ട് കണ്ടുപിടിച്ചു നിങ്ങൾ പറയുമ്പോൾ 2019 ഹൈക്കോടതിയുടെ ആളുകൾ അവിടെ ഇല്ലേ? അന്ന് കണ്ടുപിടിച്ചില്ല. പരിശോധിക്കാത്തത് കണ്ടുപിടിച്ചതായോ കുറ്റം? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കൂലേ? നിങ്ങൾ കേൾക്കൂലേ? നിങ്ങൾക്ക് മനസ്സിലാക്കൂല. നിങ്ങളെന്താ മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും. അത് മനസ്സിലാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്. ഈ വിഷയം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് അനുകൂലമാണോ എതിരാണോ പോറ്റി? ദ്വാരപാലക ഇതിന്റെ പീഠങ്ങള് ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്, കാണാതെ പോയി, അല്ലെങ്കിൽ അത് ഇല്ലാന്ന് വിവാദം ഉണ്ടാക്കിയത് 17-ാം തീയതി പോറ്റിയല്ലേ? അതോടുകൂടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്? ഈ പോറ്റി സഹോദരിയുടെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച കാര്യം പിടിച്ചെടുത്തത് ദേവസ്വല്ലേ? ആ ദേവസ്വത്തിനെതിരായിട്ടാണോ നിങ്ങൾ വർത്താനം പറയണത്? അപ്പോൾ ഈ ഹൈക്കോടതി പറയുന്നതിന് ഒന്നും ഒരു വിലയില്ല എന്നാണോ? ഇന്നലത്തെ ഉത്തരവിൽ പറയുന്ന കാര്യത്തിനൊന്നും ഒരു വിലയില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഹൈക്കോടതി പറയുന്നതിന് ഒരു വിലയില്ലെന്ന് പറയല്ലേ? ഹൈക്കോടതി പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ചെയ്തത് ശരിയാണ്. അവർ ശരിവെച്ചിട്ടുണ്ട്.
ബാക്കി അന്വേഷിക്കട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യം തന്നെയാണ് ഹൈക്കോടതി ഈ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ശരിയാണെങ്കിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിയാണെങ്കിൽ PS പ്രശാന്തിന് ആ പദവിയിൽ ഇരുന്ന് അന്വേഷണം നേരിടാനുള്ള അർഹതയില്ല സാർ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഈ കാലാവധി കൂടി നീട്ടി നൽകി ഈ വിശ്വാസികളെ അപമാനിക്കരുത്. നവംബർ വരെയാണ് കാലാവധി. അത് കഴിഞ്ഞ് പിന്നെ ആ കസേരയിൽ ഇരുത്തരുത്. അത്രയേ ഉള്ളൂ അനിൽകുമാർ. നിങ്ങളുടെ മാധ്യമങ്ങളുടെ അജണ്ടക്കും ഞങ്ങൾ അതൊരു അജണ്ട തന്നെയാണ് സാർ. അതെങ്ങനെയാ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റും? അല്ലല്ല ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ 400 ഗ്രാം സ്വർണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇമെയിൽ അയക്കുകയാണ്. എന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സ്വർണം ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചോ? ആ സ്വർണം എങ്ങനെയാണ് ബാക്കി വന്നത്? ഈ പറയുന്ന 2 കിലോഗ്രാം തൂക്കമുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ആ സ്വർണം മുഴുവൻ അരിച്ചെടുത്ത ശേഷമാണ് ഈ പോറ്റി എൻ്റെ ഒരു 400 ഗ്രാം സ്വർണം ബാക്കിയുണ്ട്, 50 പവനുണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നത്. നിങ്ങൾ എന്ത് നടപടിയാണ് അന്ന് എടുത്തത്? എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന്. ഈ പറയുന്ന PS പ്രശാന്ത് തന്നെ, PS പ്രശാന്ത് ഈ സംഭവം വെളിയിൽ വന്ന സമയത്ത് പറഞ്ഞ ഒറ്റ ബൈറ്റ് ഉണ്ട്, ഒരു ബൈറ്റ്. അത് താങ്കളോട് ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഒറ്റ സെക്കൻഡ്. അല്ലല്ല പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്ക് വേറെ പണിയുണ്ട് രാവിലെ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോവാം. ഈ 493 ഗ്രാം സ്വർണം മിച്ചമുണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കാവോ? നിങ്ങളിപ്പോ പറഞ്ഞ അടുത്ത മണ്ടത്തരാ. ഇനിയിപ്പോ ഇതെല്ലാം വായിച്ചു കേൾപ്പിക്കണോ താങ്കളെ? അത് നിങ്ങളുടെ ഇല്ല എന്റെ കയ്യിലിരിക്കണം, ഞാൻ എടുക്കട്ടെ, ഇപ്പൊ എടുക്കാം. നിങ്ങളുടെ ഇല്ലാത്ത കാര്യം. അതെ, ഭാഗ്യത്തിന് ആ പേജ് തന്നെ കിട്ടി. ഇൻ സോഫാർ ആസ് ദ സൈറ്റ് അല്ലല്ല നോക്ക് Mr. Unnikrishnan Potti was wrongfully permitted by the Devaswam official to retain approximately 409 grams of gold extracted from the gold-cladded frames. The officials were fully aware of this fact, yet took no steps to recover the gold. Notably, an email from Mr. Unnikrishnan Potti seeking the board's concurrence to utilize the said gold for the marriage of a girl known to him has been brought to our notice. Consequently, crime number 3701 of 2025 has been registered inter alia under section 403 406. ഇത് മൂന്നാമത്തെ പേജിലെ 6ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം സാർ. എന്നിട്ട് പറയുകയാണ് പോറ്റി ഒന്നും പറഞ്ഞില്ല എന്ന്, സ്വർണം ബാക്കിയുള്ള കാര്യം. നിങ്ങൾ വേറെ വഴിക്ക് പോകും. ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. പോറ്റിയുടെ മെയിലില് ഇത്ര ഗ്രാം സ്വർണം മിച്ചമുണ്ടെന്ന് പറയുന്നില്ല. അവിടെ ഉണ്ടായ സ്വർണത്തിൽ അത് ദ്വാരപാലക ശില്പങ്ങൾ പൂശിയ ശേഷം കുറച്ച് സ്വർണം മിച്ചമുണ്ട്. ഇതിൽ മിച്ചം വന്ന സ്വർണ്ണമാണെന്ന് എടുത്ത് പറഞ്ഞായിട്ട് ഞാൻ ആ മെയിൽ കണ്ടില്ല. ഞാൻ ആ മെയിൽ വായിച്ചു നോക്കി. ഈ മെയിലില് അല്ലല്ല അതൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഇപ്പൊ സർക്കാരിനെതിരെ എന്തെങ്കിലും ഉണ്ടാക്കാനതുള്ള വകുപ്പൊന്നും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഞങ്ങൾ കൃത്യമായിട്ട് നല്ല രാഷ്ട്രീയ ബോധ്യത്തോടെ പറയുകയാണ്, ഒരു കുറ്റത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. കുറ്റവാളികളെല്ലാം പുറത്തു വരട്ടെ, അന്വേഷണം ഫലപ്രദമായ കാര്യമാണ്. അത് പ്രശാന്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രശാന്തിലേക്ക് തന്നെ വന്നപ്പോൾ പ്രശാന്ത് മിണ്ടുന്നില്ല. പള്ളക്ക് കയറണ്ട, അത് തന്നെ പോയിന്റ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പള്ളക്ക് കയറാൻ വരണ്ട. അത്രയാണ് ഉത്തരം. ശരി, നന്ദി ശ്രീ അനിൽകുമാർ. ശ്രീ RV ബാബു ഇപ്പോഴും അതിൽ പ്രതിരോധത്തിന്റെ വഴികൾ തേടുകയാണ് CPM ചെയ്യുന്നത്. അതാണല്ലോ അനിൽകുമാറിന്റെ വാക്കുകൾ. ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ശബ്ദത്തിലാണ് അനിൽകുമാർ എപ്പോഴും ഇത്തരം ചർച്ചകളിൽ വരാറുള്ളത്. ധിക്കാരവും ധാർഷ്ട്യവും ഞാൻ അങ്ങ് പഠിപ്പിച്ചു കളയാൻ, എല്ലാവരെയും ഞാൻ പഠിപ്പിക്കുന്ന മാഷാണ് അദ്ദേഹം സ്കൂളിലെ ഹെഡ് മാഷായിട്ടാണ് ചർച്ചയിൽ വരുന്നത്. അദ്ദേഹം സ്വന്തം വിദ്യാഭ്യാസത്തിൽ പോയി ഇത്തരം പഠനങ്ങളൊക്കെ നടത്തിയാൽ മതി. ഇവിടെ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയില് അയച്ച് വിളിച്ചു വരുത്തിയത് ആരാണ്? ഇവിടെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ള ആ ജഡ്ജ്മെന്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? In the same order, we had also referred to an email dated 2/10/24 purportedly issued by one CK Vasudevan, bearing the email ID ckconstruction789@gmail.com and sent to have been sent by the seventh respondent. Seventh respondent ആരാണെന്ന് അറിയില്ലേ മഞ്ജുഷേ? സെവൻത്ത് റെസ്പോണ്ടന്റ് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയിൽ അയച്ച് വരുത്തിയത് ഈ പറയുന്ന പ്രശാന്താണ്. ഈ പറയുന്ന 2025 ഭരണസമിതിയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ 2019 ചെയ്ത പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ലല്ലോ എന്ന ഒരു ഔദാര്യമാണ് ഇപ്പൊ പ്രശാന്തിനെ ന്യായീകരിക്കുന്ന അനിൽകുമാറും പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നയാള് പോയില്ലേ എന്ന്. പക്ഷെ അത് കോടതി പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അത് ഓൾറെഡി അത് ഒരുക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അടിസ്ഥാനപരമായി ഇവർ ചെയ്ത തെറ്റെന്താണ്? സന്നിധാനത്ത് ചെയ്യേണ്ട പ്രവൃത്തി സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇമെയിൽ അയച്ച ആളെ വരുത്തി എന്നുള്ളതാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അല്ല ഈ സാധനം കൊടുക്കുന്നത്, സ്മാർട്ട് ക്രിയേഷൻസിനാണ്. അത് പിടിച്ചിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു കഥാപാത്രത്തെ ഇവരാണല്ലോ ഈ രീതിയിലൊക്കെ വളരാനും സന്നിധാനത്ത് പൂണ്ട് വിളയാടാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയത്.
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരോഗ്യമായിട്ടാണ് ബന്ധം. ഇടതുപക്ഷത്തെ മന്ത്രിമാരടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതും അദ്ദേഹത്തിന് ജീപ്പിന്റെ താക്കോല് കൈമാറുന്നതും നടത്തുന്നതും 18,000 തേങ്ങ സന്നിധാനത്ത് കൊണ്ടുവന്ന് നെയ്യാഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുടെ കാലത്ത് ചെയ്തതാ ഇതൊന്നും പ്രശാന്തിന് യാതൊരു ബന്ധമില്ല എന്നാണോ? അപ്പോ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കുറ്റക്കാരാണ്. കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ 2025 നടന്നതൊരു മോഷണം തന്നെയാണ്, 2025 നടന്നതൊരു മോഷണം തന്നെയാണെന്നോ. എന്നിട്ട് അനിൽകുമാർ വന്ന് ബാക്കിയുള്ളവരൊക്കെ വിഡ്ഢികള്, അനിൽകുമാർ മാത്രം ബുദ്ധിമാൻ. ഇത്തരം ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മഞ്ജുഷേ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കും. ബാക്കിയുള്ളവർ വിദ്യാസുരന്മാര്, ഞാൻ മാത്രം ബുദ്ധിമാൻ എന്നുള്ള അത്തരം ധാർഷ്ട്യങ്ങളുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തെ കേട്ടു നിൽക്കാൻ ബാക്കിയുള്ളവർക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ഞങ്ങൾ അതിൽ ഇടപെടാൻ അനുവദിക്കണം. ഈ ആളുകളുടെ ഒക്കെ വീട്ടിൽ പതിവായിട്ട് പ്രയോഗിക്കുന്നതാണ്. കാരണം അതിനൊരു പുതുമയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ചർച്ച ആ രീതിയിലേക്ക് കൊണ്ടുപോകാത്തത്. കാരണം അദ്ദേഹം തന്നെ സ്വയം വിഡ്ഢിയാവുകയാണ്. അദ്ദേഹം ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനത് അല്ല എപ്പോഴും അദ്ദേഹത്തെ അങ്ങനെ വിഡ്ഢിത്തരം പറയുന്നു എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ടാണ്. കാരണം കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇന്നലെ ഒരു ഇടക്കാല ഉത്തരവ് വന്നേ ഉള്ളൂ. അതിൽ സ്പഷ്ടമായിട്ട് ഓരോ കാര്യം പറയുമ്പോൾ കോടതി ഉത്തരവിനെ ഞങ്ങൾ മാനിക്കുന്നുവെന്ന് ഒരു വശത്തു കൂടി പറയുകയും അന്വേഷണം നേരായി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് കോടതി ഉത്തരവിൽ, അത് മുഴുവനും ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൽ രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അത്രയും പോലും വന്നിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ശ്രീ അജയ് തറയിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞവരല്ലേ? അതെ അതെ, സ്വർണ്ണക്കൊള്ള തന്നെ നടന്നിട്ടില്ല എന്നായിരുന്നില്ലേ തുടക്കത്തിലെ അവരുടെ ചർച്ച? കൈരളിയിലെ ഒരു ഇപ്പോഴും ആ യൂട്യൂബിലുണ്ട്. അതായത് എത്ര ഗ്രാം അധികമാണ് സ്വർണം പൂശിയിരിക്കുന്നത് എന്നാണ് 12 ഗ്രാം കൂടുതൽ പൂശി എന്ന് പറഞ്ഞ് പറ്റിച്ചതാണ്. അത് ഈ പ്രശാന്തിന്റെ പഴയ ബൈറ്റുകൾ കേട്ടു നോക്കിയാൽ വളരെ രസകരമാണ്. അദ്ദേഹം ഏറ്റവും ആദ്യം ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് വന്നപ്പോൾ അന്ന് ഈ സ്വർണ്ണപ്പാളികളെ കുറിച്ച് ആർക്കും അറിയാമായിരുന്നില്ല. പൊതുസമൂഹത്തിനോ വിശ്വാസികൾക്കോ ഒന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു. എന്താണ് ഈ സ്വർണ്ണപ്പാളികൾ, എത്ര സ്വർണം, ഈ വിജയ് മല്യയുടെ കാര്യമൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം അന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്, ആ ബൈറ്റ് ഞാൻ ഇന്ന് രാവിലെ കേട്ടു നോക്കി. ആദ്യ ദിവസം, അതായത് ഈ ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 9-ാം തീയതി 10-ാം തീയതി എന്തോ ആയിരുന്നു ആദ്യ ഉത്തരവ് വന്നത്, സെപ്റ്റംബർ. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മുൻപ് പരമ്പരാഗത രീതിയിൽ സ്വർണം ക്ലാഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അതിന് ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ വന്നതോടുകൂടി ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്, സ്വർണം പ്ലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് കുറച്ച് സ്വർണം മതി, അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷേ വിജയ് മല്യ പൂശിയത് 2 കിലോയോളം, പൂശിയതല്ല ക്ലാഡ് ചെയ്ത് 2 കിലോയോളം സ്വർണ്ണമാണെന്നൊന്നും നമുക്കാർക്കും അന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അന്വേഷണം ആ രീതിയിലേക്ക് പോയിട്ടില്ലായിരുന്നു. പിന്നെയാണല്ലോ മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം അന്ന് എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണ്, കുറച്ച് സ്വർണ്ണമേ വേണ്ടി വന്നുള്ളൂ. അത് അദ്ദേഹം ഏതൊരു 12 ഗ്രാമിൻ്റെ കണക്കൊക്കെ പിന്നീട് പറയുന്നതും കേട്ടിരുന്നു. അപ്പോൾ ആ പഴയ സ്വർണം, ആ തനി തങ്കം എവിടെ പോയി എന്ന് അന്ന് ചോദിക്കാൻ ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് രണ്ടാമത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന സമയത്താണ് അതിനെപ്പറ്റിയുള്ള സംശയം അന്ന് ഹൈക്കോടതി ചോദിച്ചത്. അതോടുകൂടിയാണ് ഇത് വെളിയിലേക്ക് വന്നത്. പക്ഷേ ഇതൊക്കെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ഇവർ സമ്മതിക്കില്ല ഒന്നും. ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശരി മുൻ അംഗം ശ്രീ അജയ് തറയിൽ കൂടി. അജയ് തറയിൽ, ഈ പ്രശാന്തിന്റെ രാജി ആവശ്യം നിങ്ങൾ എന്തുകൊണ്ട് ശക്തമാക്കുന്നില്ല? പ്രതിപക്ഷ നേതാവ് ഇന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അത് രാജിവെച്ചേ തീരൂ എന്ന്? അല്ല, പ്രശാന്ത് രാജിവെക്കല്ല, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം. പ്രശാന്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യണം. 2018 മുതൽ ആ ദേവസ്വം ബോർഡ് തീരുമാനിച്ച തീരുമാനങ്ങളും മിനിറ്റ്സുകളും അടക്കമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്ന മുഴുവൻ അഴിമതികളെയും ഏറ്റവും അവസാനം തേച്ച് മാച്ച് കളയാൻ വേണ്ടി ഈ പ്രശാന്ത് നടത്തിയ ഒരാവശ്യവുമില്ലാതെ സെപ്റ്റംബർ 9-ാം തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 20-ാം തീയതി അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ആ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുത്ത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോയിട്ടൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത് അത് നിസ്സാരമായ കാര്യമാണോ? സ്പെഷ്യൽ കമ്മീഷൻ അറിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത്? ഞാൻ അറിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് ഇത്രയും കളവ് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ 2 ദിവസം കൂടി മാത്രമാണ് ഇനി ആ പറഞ്ഞ വ്യക്തിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് രാജിവെക്കലല്ല, അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. രാജി എന്ന് പറയുന്നത് നവംബർ 12-ാം തീയതി ഇവിടെ കാലാവധി തീരാണ്. പിന്നെ രാജിവെച്ചതിന് മറ്റൊരു ശ്രമം കൂടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാലാവധി നീട്ടി നൽകാൻ. അതിനൊരു ഓർഡിനൻസിന്റെ ആവശ്യം വേണ്ടി വരും അല്ലേ? കാലാവധി നീട്ടാൻ ഓർഡിനൻസ് വേണം, ഗവർണർ ഒപ്പിടണമല്ലോ. കാലാവധി നീട്ടാൻ ഇവര് തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, അത് ഗവർണർ ഒപ്പിടണമല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാലാവധി 3 വർഷം എന്നുള്ള 2 വർഷമായിട്ട് വെട്ടിക്കുറിച്ചു. ഗവർണർ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒപ്പിട്ടത്. അത് ശരിയാ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മൾക്ക് അങ്ങനെ രാജിവെച്ച് വീട്ടിൽ പോകാത്ത ഒരാളല്ലല്ലോ അദ്ദേഹം. ഇത്രയല്ലേ വലിയ കൊള്ളയും
കൊള്ളക്ക് കൂട്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നതിന്റെ എന്താണ് അടിസ്ഥാനം? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാര്യം മാത്രമല്ലല്ലോ, ഇതുമായി നടന്ന് അവിടെ നിന്ന് പിരിച്ച് ധാരാളം ഭക്തരിൽ നിന്ന് വാങ്ങിയ കോടാനുകോടി രൂപയുടെ ഷെയർ ഇവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നും കൂടി നന്നായി ചോദ്യം ചെയ്താൽ എത്ര രൂപ വെച്ച് ആർക്കൊക്കെ കൊടുത്തു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൃത്യമായി പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എല്ലാ വർഷവും ശബരിമലയിൽ ആയിരക്കണക്കിന് ഭക്തന്മാരുടെ നെയ്ത്തേകം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് കാശ് വാങ്ങുന്നു. അവിടെ ആയിരക്കണക്കിന് ഭക്തന്മാരെ തൊഴിച്ച് കാശ് വാങ്ങുന്നു. അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് കാശ് വാങ്ങുന്നു. അവർക്ക് നിസ്സാരമായ പല കാര്യങ്ങൾ അമ്പലങ്ങളിൽ ചെറിയ ചെറിയ സ്പോൺസർഷിപ്പുകൾ നടത്തി അതിന്റെ കമ്മീഷൻ വാങ്ങുന്നു. ഇതിന്റെ എല്ലാം ഇവരറിയാതെയാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് അറിയാതെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഉദ്യോഗസ്ഥന്മാർ മാത്രം വേഗത്തിൽ നടക്കുമോ? ഒരു ഉദ്യോഗസ്ഥന് അവിടെ ഒരു വർഷമേ ഇരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉദ്യോഗസ്ഥൻ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരല്ല, ഈ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്ര കാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണമെന്ന ഒരു ചെറിയ കാര്യത്തിലല്ല ഒതുങ്ങുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പേരിൽ ഇപ്പോൾ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. പി എസ് പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അത് നേരത്തെ ഞാൻ ഇദ്ദേഹത്തോട് അനിൽകുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഞാൻ വിഡ്ഢിത്തരം പറയുകയാണെന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതേ പരാമർശം ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവിലെ പാരഗ്രാഫ്, അതിലെ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി 2025 സെപ്റ്റംബറിൽ കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യം ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവിലുണ്ടായിരുന്നു. TDB പ്രസിഡന്റാണ്. അപ്പോൾ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കോടതി ഈ ദ്വാരപാലക ശില്പം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രശാന്ത് അടക്കമുള്ളവരല്ലേ അത് ഒരുക്കിപ്പോയി. അതുകൊണ്ട് കാലതാമസപ്പെടാമെന്ന് കേസ് ഹൈക്കോടതി മുന്നിൽ കൊടുത്ത ആളെന്താ മാറ്റി പറഞ്ഞെന്താ? ശരി, നന്ദി ശ്രീ അജയ് തറയിൽ. അതാണ് ഏറ്റവും പുതിയ വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി പരാമർശം നീക്കണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ നിലവിലെ പ്രസിഡന്റ് നിർദ്ദേശിച്ചു എന്ന പരാമർശം നീക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് ഉത്തരവിലെ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് PS പ്രശാന്തിന്റെ തീരുമാനം. ഈ പരാമർശം തിരുത്തണമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ ആവശ്യപ്പെടും. PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പുതിയ നീക്കം വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന് നേരെ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു എന്ന കാര്യം ഇപ്പോഴും അംഗീകരിക്കുവാൻ CPM തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് PS പ്രശാന്ത് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പരാമർശം തിരുത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നേരത്തെ ദേവസ്വം കമ്മീഷണർ പറഞ്ഞിരുന്നു, സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണം പൂശുവാനുള്ള സാങ്കേതികമായ വൈദഗ്ധ്യമില്ല പരമ്പരാഗത രീതിയിൽ, അതുകൊണ്ട് അവർക്ക് നൽകരുത് എന്ന്. പക്ഷേ ആ ഉത്തരവ് റിവേഴ്സ് ചെയ്തു. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് തിരുത്തി ഇറങ്ങി. 21/8/2025 വന്ന ഉത്തരവിൽ തിരുവാഭരണം കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഗോൾഡ് പ്ലേറ്റിംഗ് വർക്ക് ഇതേ സ്പോൺസറെ ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇത് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പരാമർശം നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത്. അരുൺ, വളരെ ഗുരുതരമായ ഒരു പരാമർശം കൂടിയായിരുന്നു ഇത്. ഒരു നിമിഷം പോലും പ്രശാന്തിന് തുടരാൻ സാധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരാമർശം. എന്താണ് ഇപ്പോൾ ഇതിലൊരു വിശദീകരണം വരുന്നത്? അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? മഞ്ജുഷ, നിലവിലെ ദേവസ്വം ബോർഡിനെ കൂടി ഗുരുതരമായി ബാധിക്കുന്ന ദേവസ്വം ബോർഡ് നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശമാണ് ഹൈക്കോടതി വിധിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പരാമർശങ്ങൾ നീക്കിക്കിട്ടണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. നേരത്തെ പ്രശാന്തൊക്കെ പറഞ്ഞത് 2019 ബോർഡിന്റെ കാലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അഴിമതി ഉണ്ടായിട്ടുള്ളത് അവിടെയാണ്. 2025 സ്വർണം കൊണ്ടുപോയത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ കൈവശം കൊടുത്തുവിട്ടിട്ടില്ല. കൃത്യമായി വീഡിയോ റെക്കോർഡിംഗ് അടക്കം നടത്തി പോലീസിന്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിജിലൻസിലേക്ക് സാന്നിധ്യത്തിലാണ് സ്വർണം കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇതിൽ കോടതി ഉന്നയിച്ചിരിക്കുന്ന സംശയം 2019 വീഴ്ച കളവ് മറച്ചുവെക്കാൻ ആണോ ധൃതിപ്പെട്ട് ഇപ്പോഴത്തെ ബോർഡ് ഇത് വീണ്ടും
2019 സ്വർണം പൂശിയോ വീണ്ടും സ്വർണം പൂശാനുള്ള തീരുമാനമെടുത്തത്. തിരുവാഭരണ കമ്മീഷണർ ആദ്യം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിന് മതിയായ കോമ്പിറ്റൻ്റായ ഏജൻസി അല്ല, അവർക്ക് ഇതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇതിനുള്ള വൈദഗ്ധ്യമുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ച് ഉത്തരവിറക്കിയിരുന്നു. അത് മറികടന്നുകൊണ്ട് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ ഉത്തരവിറക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന നിലയിലും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ ഇത് കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതിലാണ് കോടതി ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്. 2019 മാത്രമല്ല, അതിൻ്റെ അന്നത്തെ കളവ്, മോഷണം, അന്നത്തെ തെറ്റുകൾ മറയ്ക്കാൻ ഇപ്പോൾ വീണ്ടും ഇടപെടൽ നടത്തിയോ എന്ന സംശയമാണ് കോടതി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിലൊരു അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വലിയ തിരിച്ചടിയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും. നേരത്തെ ഉള്ള കാര്യങ്ങൾ മാത്രം തെറ്റും, ഇപ്പോൾ എല്ലാം ശരിയെന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറയാൻ മാറുന്ന വിഷയമായി ഇത് മാറി. അതുകൊണ്ടാണ് ഈ തീരുമാനം മാറ്റാൻ, ഈ കോടതി പരാമർശം മാറ്റാൻ ഹൈക്കോടതി സമീപിക്കാൻ PS പ്രശാന്ത് തയ്യാറെടുക്കുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും പ്രശാന്തിന്റെ രാജി അടക്കമുള്ള ആവശ്യം വീണ്ടും ശക്തമാകും. ഒരുപക്ഷെ രാജിയിലേക്ക് തന്നെ നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. മറ്റൊരു സാഹചര്യം കൂടിയുള്ളത്, ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ അടുത്ത ജൂൺ വരെ, നവംബർ 14 കാലാവധി അവസാനിക്കുന്ന ബോർഡാണിത്. അടുത്ത ജൂൺ വരെ കാലാവധി നീട്ടാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുകയാണ്. ഓർഡിനൻസിന്റെ രൂപത്തിൽ അത് കൊണ്ടുവരാനാണ്. കാരണം നവംബർ 14 ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി കഴിയുമ്പോൾ പുതിയ ബോർഡ് ചുമതലയേൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ശബരിമല സീസണിന്റെ ഒരുക്കങ്ങളെ, നടത്തിപ്പിനെ ബാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് MG രാജമാണിക്യം റിപ്പോർട്ടിൽ പറഞ്ഞത് ജൂൺ മുതൽ ജൂൺ വരെ ആകണം ദേവസ്വം ബോർഡുകളുടെ കാലാവധി. നവംബറിൽ തീർത്ഥാടന സീസണിന്റെ മധ്യത്തിൽ മാറുമ്പോൾ അത് ദേവസ്വം ബോർഡ് പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഒരു ഓർഡിനൻസിലൂടെ സർക്കാർ കാലാവധി ജൂൺ വരെ നീട്ടാൻ ആലോചിക്കുകയായിരുന്നു. അതിനുള്ള നടപടികൾ മുന്നോട്ട് ഓർഡിനൻസ് വേണ്ടി വരും, അതിൽ ഗവർണർ ഒപ്പിടേണ്ടി വരും. ഇതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും സർക്കാരിന്റെ താല്പര്യം പ്രശാന്തിന്റെ ഭരണസമിതി തുടരട്ടെ എന്നുള്ളത് തന്നെയായിരുന്നുവല്ലോ. അതാണല്ലോ കാലാവധി നീട്ടി നൽകുവാനുള്ള ആഗ്രഹം. പക്ഷേ ഇത് ഒരു കുരുക്കായി മാറുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അരുൺ. അത് മാത്രമല്ല, അന്വേഷണം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനിയിപ്പോൾ 2019 മാത്രമേ അന്വേഷിക്കുന്നുള്ളായിരുന്നു, എന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കോടതി തന്നെ ഇന്നലെ എടുത്തു പറഞ്ഞിരിക്കുന്ന 2025 കാര്യമാണ്. ഈ ഭരണസമിതിയുടെ കാലത്തെ ഈ തീരുമാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കുരുക്കായി മാറിയിട്ടില്ലേ? തീർച്ചയായിട്ടും 99 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒരു ആത്മവിശ്വാസം, ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റിന്റെ കാലത്തൊന്നും ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല. വളരെ കൃത്യമായി ഈ സ്വർണം കൊണ്ടുപോയത്, പാളിയിൽ കൊണ്ടുപോയത് കൃത്യമായി രേഖപ്പെടുത്തി, അതിന് വിജിലൻസ് ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ മഹസർ രേഖപ്പെടുത്തി. കോടതി അറിയിച്ചില്ല എന്നൊരു വീഴ്ച അവിടെ നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് കേസ് ഇപ്പോൾ ഈ എല്ലാ കളവുകളും പുറത്തു വന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വീഴ്ച അവിടെ ഉണ്ടായിട്ടില്ല എന്നൊരു ആത്മവിശ്വാസമായിരുന്നു സർക്കാരിനും ബോർഡിനും ഉണ്ടായത്. ആ ആത്മവിശ്വാസം തകർക്കുന്ന പരാമർശമാണ് ഇന്നലെ ഹൈക്കോടതി വിധിയിലും ഹൈക്കോടതി പരാമർശത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. 19 മറയ്ക്കാനാണോ 2025 ധൃതി പിടിച്ച് ഈ ഒരു നീക്കം നടത്തിയ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ഇടപെടുകയാണ്. ശരിയാണ്, പിൽഫറേജ് എന്നുള്ള വാക്ക് തന്നെയാണ്, ടു കൺസീൽ ദ പിൽഫറേജ് എന്നുള്ള വാക്ക് തന്നെയാണ് ഹൈക്കോടതി പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് മോഷണം മറയ്ക്കുന്നതിന് വേണ്ടി, അത് 2019 മറയ്ക്കുന്നതിനാണോ 2025 ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഇടപാട് നടന്നത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ PS പ്രശാന്ത് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ പറഞ്ഞ് അയാളുടെ ഇടപെട്ടതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ കൊടുത്തുവിട്ടു എന്നാണ് ഒരു പരാമർശമായി വന്നിരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അത് ഈ കോടതി അതിലൊരു ചെറിയ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിന്ന് കോടതിയെ സമീപിക്കും. അതായത് കൊടുത്തുവിട്ടു അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കൊടുത്തുവിട്ടുകൊണ്ട് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചല്ലേ കൊടുത്തുവിട്ടിരിക്കുന്നത്. പിന്നെ അയാൾക്കുണ്ടായ ഒരു തിരുവാഭരണ കമ്മീഷണർക്ക് ഉണ്ടായ ഒരു ആ സ്ഥാപനവുമായി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ധാരണ ഉണ്ടായി. അത് അയാൾ തന്നെ തിരിച്ചുകയും ചെയ്തത്. ഞാൻ ഇടപെട്ടിട്ട് എന്ന് ആ കത്തുവെന്ന് വായിച്ചു നോക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ സത്യസന്ധമായി നമ്മൾ മുന്നോട്ട് പോയ കാര്യങ്ങളാണ്. നിങ്ങൾ ആ ബോർഡിന്റെ ഉത്തരവ് 2024 മുതലുള്ള ഇപ്പൊ ഈ 25 ഏറ്റവും ഒടുവിൽ വരെ ഇറങ്ങിയ ബോർഡിന്റെ 4 ഉത്തരവുകളുണ്ട്. ഈ 4 ഉത്തരവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അദ്ദേഹത്തിന്റെ സഹായികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥ ബന്ധത്തെയോ സഹായിക്കുന്ന ഒരു ഒരു വാക്കോ അതിലുണ്ടോ എന്ന് പരിശോധിക്കും. അത് ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെട്ടു. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി ഇതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും ബാംഗ്ലൂരിലുള്ള കള്ളന്മാരുമായിട്ടോ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധവുമായോ ഞാൻ അല്ലെങ്കിൽ എന്റെ ഈ ബോർഡ് സഹായിച്ചതായ ഒരു രേഖയോ തെളിവോ എന്തെങ്കിലും ഉണ്ടോ?
താൻ അങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. പക്ഷേ ഹൈക്കോടതി ഇന്നലത്തെ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അറ്റകുറ്റപ്പണിക്ക് വേണ്ട സാങ്കേതിക വൈദഗ്ധ്യം സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈക്ക് ഇല്ല എന്ന് ദേവസ്വം കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഉത്തരവിൽ മാറ്റം വരുത്തുകയുണ്ടായി. ആഗസ്റ്റ് 8-നുള്ള കത്തിലാണ് ഇത് മാറ്റിയത്. സ്വർണം പൂശൽ ജോലികൾ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം നടത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായി ഓഗസ്റ്റ് 21-ന് തിരുവാഭരണം കമ്മീഷണർ എഴുതിയ കത്തിൽ പരാമർശമുണ്ട്. തുടർന്ന് സെപ്റ്റംബർ 3-ന് ബോർഡ് കൈക്കൊണ്ട തീരുമാനപ്രകാരമാണ് ദ്വാരപാലക ശില്പങ്ങളുടെയും താങ്ങുപീഠങ്ങളുടെയും പാളികൾ സ്പോൺസർക്ക് കൈമാറിയത് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ഇന്നലത്തെ ഉത്തരവിൽ പറയുന്നത്. ഫോർമലി ഹാൻഡഡ് ഓവർ ദ ദ്വാരപാലക ആൻഡ് താങ്ങുപീഠം ടു ദ സ്പോൺസർ. ഡേറ്റ് 3/9/2025. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് കുരുക്കായി മാറിയിട്ടുള്ളത്. ഈ ഒരു പരാമർശം നീക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ ഒരുങ്ങുന്നത്.